ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു അപ്പോസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതൊരു ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ളത് 8 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് പീസ് ബ്രെഡിൻ്റെ 4 സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ 8 പീസിൻ്റെ 4 സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായി വെച്ച് കൊടുക്കാം. നാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബട്ടർ സ്കോച്ച് സോസാണ്. ഇത് ഞാൻ മുന്നൊരു കേക്കിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അത് പോയി കാണുക. എന്നിട്ട് ഈ സോസ് നമുക്കിതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തും വിധം നന്നായി ഒഴിച്ചു കൊടുക്കാം. ഇത് പീനട്ട് ക്യാരമലൈസ് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോയും ആ കേക്കിൻ്റെ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ക്യാരമൽ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ബ്രെഡ് വെച്ച് കൊടുക്കാം. നമ്മൾ സെയിം വെച്ച അതേ രീതിയിൽ 4 ബ്രെഡും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സോസ് എല്ലായിടത്തും നന്നായി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പീനട്ട് ക്യാരമലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ ക്രീം തേച്ച് കൊടുക്കാം. ക്രീം ലെവലായി വന്നിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാരമൽ പൗഡറുണ്ട്, എന്നിട്ട് നോസിലുണ്ട്, ചെറിയൊരു ഫ്ലവറും വരച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.